ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മീനം 15 മുതൽ 22 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി കുജനും വ്യയസ്ഥാനത്ത് ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കുകയില്ല. ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബസുഖം ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. കളത്രസുഖവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകാം. അലച്ചിൽ, മനോദുഃഖം എന്നിവ വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശുക്രനും ധനസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി കുജനും ലാഭസ്ഥാനത്ത് ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയും സൽകീർത്തിയും ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത. ശത്രുനാശവും കുടുംബസൗഖ്യവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. ഭൂമിലാഭം ഉണ്ടാകാനിടയുണ്ട്. വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം, രോഗശമനം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർത്തം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ശുക്രനും ജന്മത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ബുധനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി കുജനും കർമ്മസ്ഥാനത്ത് ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്തെ പ്രയാസങ്ങൾ കുറയും. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവ പ്രതീക്ഷിക്കാം. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കാര്യവിഘ്നം, വാതരോഗങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. മാനനഷ്ടവും അനാരോഗ്യവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ബുധനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാരിദ്ര്യ ദുഃഖവും പിതൃജനങ്ങൾക്ക് അരിഷ്ടതയും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. യാത്രാക്ലേശവും കഠിന ദുഃഖവും ഉണ്ടാകാം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കാര്യതടസ്സവും അനാരോഗ്യവും ഉണ്ടാകാം. വസ്ത്രലാഭം, ഭയം, ശയനസുഖം, കർമ്മതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. വിരഹവും അത്യധികമായ മനോദുഃഖവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി കുജനും അഷ്ടമത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. പിതാവിൻ്റെയോ അധികാരികളുടെയോ അപ്രീതി നേരിടേണ്ടതായി വരും. ഭാഗ്യവർദ്ധനവ്, മാനക്ഷയം, വസ്ത്രലാഭം, അമിതമായ ചെലവ് എന്നിവയും പ്രതീക്ഷിക്കാം. ധനനാശവും ശത്രുശല്യവും ഉണ്ടാകാനിടയുണ്ട്. ഉറക്കമില്ലായ്മ, സുഖവിരഹം എന്നിവ ഉണ്ടാകും. സന്താന ഗുണവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം, ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം എന്നിവ ഉണ്ടാകും. വളർത്തുമൃഗങ്ങൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി കുജനും കളത്രസ്ഥാനത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യം കുറയും. ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾക്ക് സാധ്യത. ആഡംബര വസ്തുക്കൾക്കായി പണം വ്യയം ചെയ്യേണ്ടി വരും. സന്താന ഗുണം കുറയും. ദ്രവ്യനാശത്തിന് സാധ്യത കാണുന്നു. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. ഉദരരോഗങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുസമാഗമം, കാര്യതടസ്സം, മൃഷ്ടാന്നലാഭം, ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി,
ആദിത്യപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്രയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ബുധനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി കുജനും ശത്രുസ്ഥാനത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത ഉടലെടുക്കും, ദാമ്പത്യ സൗഖ്യം കുറയും, രോഗശമനവും കാര്യലാഭവും ഉണ്ടാകും, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, കാര്യതടസ്സം, ശയനസുഖം എന്നിവ ഉണ്ടാകും, ശത്രുക്കളുമായി രമ്യതയിലെത്തും, ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകും, സർവ്വ സൗഭാഗ്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും, അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും സുഖസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി കുജനും പുത്രസ്ഥാനത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. രവ്യത്തിനും പുത്രന്മാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ശത്രുശല്യം വർദ്ധിക്കും, തീവ്ര ദുഃഖവും യാത്രാക്ലേശവും ഉണ്ടാകും, ബന്ധുസമാഗമം ഉണ്ടാകാനിടയുണ്ട്, ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും, അനാരോഗ്യം, സർക്കാർ ഗുണാനുഭവങ്ങൾ, കാര്യതടസ്സം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാം, കഠിനമായ മനപ്രയാസം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്ത് സുഖസ്ഥാനത്തുമായി കുജനും സുഖസ്ഥാനത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യം കുറയും, അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ബന്ധനം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാം, ദുർജന സംസർഗവും ഉദരരോഗങ്ങളും ഉണ്ടാകും, സഹോദര ഗുണം കുറയും, കുടുംബസുഖം ഉണ്ടാകാം, ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ബുധനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി കുജനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭൃത്യഗുണവും സർവാഭീഷ്ടസിദ്ധിയും ഉണ്ടാകും, വാഹന ശയനസുഖവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം, ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല, സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത, സ്വർണ്ണാഭരണ ലാഭം ഉണ്ടാകാം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, ബന്ധനം, തൊഴിൽ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം, ധനവർദ്ധനവും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ബുധനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി കുജനും ധനസ്ഥാനത്ത് ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും, പണമിടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, ബന്ധനം എന്നിവ ഉണ്ടാകാം, ഭാഗ്യദോഷവും അർത്ഥനാശവും ഉണ്ടാകാനിടയുണ്ട്, ബന്ധുകലഹം, സഞ്ചാരക്ലേശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു, ഗൃഹവാഹനാദി സൗഖ്യം ഉണ്ടാകും, ശത്രുശല്യം കുറയും, വാക്കു പിഴയ്ക്കുകയും തന്മൂലം നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി കുജനും ജന്മത്തിൽ ശനിയും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. അന്യദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം, അനുഭവഗുണം കുറയും, ധനപരമായി മെച്ചപ്പെടും, ശത്രുഭയവും രോഗവർദ്ധനവും ഉണ്ടാകും, മനോദുഃഖവും ഉഷ്ണരോഗങ്ങളും പ്രതീക്ഷിക്കാം, സഞ്ചാര തടസ്സം, ദുഃഖം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം, ദേഹപീഡയും കോപവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.